ആ രാജാവ് ഞാനാണ്, മറ്റാരുമല്ല. വേണമെങ്കിൽ താൻ എന്നെ ഒന്ന് വണങ്ങിക്കോളൂ. അത് ശരി. നിന്നെ ആരാണ് കാട്ടിലെ രാജാവാക്കിയത്? രാജാവിനെ ആരും രാജാവാക്കാറില്ല, രാജാവ് സ്വയമേ രാജാവാവുകയാണ്. അങ്ങനെയാണല്ലോ പതിവ്. വേഗം എന്നെ വണങ്ങിക്കോ, ഇല്ലേ നിന്നെ ഞാൻ കാട് കടത്തി നാട്ടിലെത്തിക്കും. നാട്ടിലോട്ടോ? സിറ്റിയിലോട്ടോ? നിനക്കത് ശരിക്കും ചെയ്യാൻ സാധിക്കുമോ? നിനക്കെന്നെ സിറ്റിയിലേക്ക് അയക്കാൻ കഴിയുമോ? എന്നാ പിന്നെ താനെനിക്ക് ഒരു കാറും ക്രെഡിറ്റ് കാർഡും ഈ 2 സാധനങ്ങൾ കൂടി ഒപ്പിച്ചു തരാമോ? ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. കാറിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ നിന്നെ എനിക്ക് കാലുമടക്കി തൊഴിക്കാൻ അറിയാം. നീ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കുകയില്ല. നിനക്ക് ഇത്ര ധൈര്യമോ? എന്ത്, നീ എന്നെ തൊഴിക്കുമെന്നോ? നിന്നെ ഞാൻ എന്റെ കൈകൾക്കിടയിൽ വെച്ച് ഞെരിക്കാൻ പോവാ. ഇന്ന് നിന്റെ തലയും വാലും ഉടലുമെല്ലാം വലിച്ചു കീറി എന്റെ വീട്ടിൽ കെട്ടിത്തൂക്കാൻ പോവുകയാ. മനസ്സിലായോ? ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത്? അപ്പൂപ്പൻ പറഞ്ഞായിരുന്നു ആ മരുന്നിന്റെ ശക്തി തീരുമ്പോ നീ വീണ്ടും പഴയതുപോലെ മാറുമെന്ന്. മരുന്നിന്റെ ശക്തി തീർന്നു എന്ന് എനിക്ക് തോന്നുന്നേ. ഈ ടൈഗർ എന്തിനാ എന്റെ നേരെ ഇങ്ങനെ ചാടിക്കൊണ്ട് വരുന്നത്? ഓടിക്കപ്പോൾ അല്ലെങ്കിൽ ആ ടൈഗർ നിന്നെ തിന്നും. എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അയ്യോ, എന്റെ കാൽ ഉറഞ്ഞു പോയി, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇത് കൊള്ളാവല്ലോ. ഒരുത്തനവൻ സ്വയം രാജാവാണെന്ന് പറയുന്നു, രണ്ടാമത്തവനോ കുരങ്ങന്മാരെ പോലെ ചാടി ചാടി പോകുന്നു. താൻ ഇവിടുത്തെ പുതിയ രാജാവാണെന്ന് പറയുന്നത് കേട്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഗൊറില്ല ഗ്രൂപ്പ് നിങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് രാജാവാകുവാനുള്ള യോഗ്യതയുണ്ടോ എന്ന് അറിയുവാനായി നിങ്ങളുടെ ശക്തി ഒന്ന് പരിശോധിക്കണം. ഗൊറില്ല ഗ്രൂപ്പ് മുഴുവൻ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നു. എന്ത് ശക്തി, എന്ത് രാജാവ്! വീറോടിക്കോ, എനിക്ക് രാജാവൊന്നും ആവണ്ടേ. കൊള്ളാം, എന്ത് നല്ല കാച്ചായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കാക്കകളുടെ കാച്ചിങ് പവർ അടിപൊളിയാ. എന്നാൽ ഈ കാക്കകളല്ല എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അവര് ബഹളം വെക്കല്ല, അങ്ങോട്ടിങ്ങോട്ട് സംസാരിക്ക. അവരുടെ സംസാരം നമുക്ക് ബഹളമായി തോന്നുന്നതാ. നീ പറഞ്ഞത് ശരിയാവി. എല്ലാ ആനിമൽസും ബേർഡ്സും പ്രാണികൾ പോലും തമ്മിൽ സംസാരിക്കാറുണ്ട്. ഇന്നേ പിടിച്ചോ. ഇന്ന് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇന്ന് ജോഗിങ് ചെയ്തത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. നാളെ കുറച്ച് അധികം ചെയ്യണം. രാവിലെ തന്നെ അയാൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചോണ്ട് പോകുന്നത് കണ്ടില്ലേ? വരൂ. ഇത്രയധികം കാക്കകൾ ഇപ്പൊ ഇത് എവിടുന്ന വന്നത്? എനിക്ക് നാളെ എക്സ്ട്രാ ജോഗിങ് ചെയ്യാനുള്ളതാണ്. ഇന്ന് വേണ്ട, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവൻ വേണേൽ ഓടിക്കോ മിസ്റ്റർ ചട്ട. ഈ ചട്ടാക്കിന് എന്താ പറ്റിയത്? Mad Max is mad. Very, very mad. You're genius, boss. Mona, you are right. ഞാനൊരു ജീനിയസ് ആണ്. നീ ഇപ്പൊ കണ്ടോളൂ എന്റെ സൂപ്പർ ഡ്യൂപ്പർ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾ. വേഗം ചെല്ലോ, ചെന്ന് ഞാനുണ്ടാക്കിയ എല്ലാ ബലൂണുകളും എടുത്തുകൊണ്ട് വരോ. ഓക്കേ, കൊണ്ടുവന്നു ബോസ്. ഇതാണ് അങ്ങയുണ്ടാക്കിയ ബലൂണുകൾ. ഇനി പറയൂ, എന്താണ് ചെയ്യാൻ പോകുന്നത്? വളരെ ആലോചിച്ചു വേണം പറയാൻ. ബോസ്, എനിക്കെല്ലാം മനസ്സിലായി. നമ്മൾ ഇന്നു മുതൽ ബലൂൺ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്. അതല്ലേ ബോസ്? നമ്മൾ ബലൂൺ വിൽക്കാൻ വേണ്ടി പോവുകയല്ലടാ മണ്ടത്തലയാ. ഈ ബലൂണുകൾക്ക് മുകളിൽ ബോംബുകളുണ്ട്. മാത്രമല്ല ബലൂണുകൾക്കുള്ളിൽ ഗ്യാസുമുണ്ട്. നീ ഇത് കൊണ്ടുപോയി ഫുർസത്ത് ഗഞ്ചിൽ വെക്കണം. എന്നിട്ട് ദൂരെ പോയി നിന്ന് റിമോട്ട് കൊണ്ട് ഈ ബോംബുകൾ പൊട്ടിക്കണം. നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ് ആണ് ബോസ്. ലാസ്റ്റ് കൊണ്ട് ബലൂണുകളും പൊട്ടും. അപ്പോൾ
ഇതിലുള്ള ഗ്യാസ് നഗരം മുഴുവനും വ്യാപിക്കും. നീ പറഞ്ഞത് ശരിയാണ് മോന. എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഒരു റോബോട്ട് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ആ ഗ്യാസ് ആ റോബോട്ടിന്റെ ശരീരത്തിൽ ഏൽക്കുകയില്ല. അപ്പോ പിന്നെ അവനെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. എനിക്ക് സർബത്ത് ഒരുപാട് ഇഷ്ടമായി അങ്കിൾ. എനിക്ക് ലിച്ചി സർബത്താ കിട്ടിയേ. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്കിൾ, ലിച്ചി കൊടുക്കുന്ന അങ്കിൾ, ഇങ്ങോട്ട് വെടിവെക്ക്. എനിക്ക് ലിച്ചിയുടെ ശർബത്ത് കുടിക്കണം. ലല്ലൻ അങ്കിൾ, ഇങ്ങോട്ടൊന്ന് ഫയർ ചെയ്യുന്നേ. എനിക്ക് അങ്കിൾ ഒഴിക്കുന്ന ജ്യൂസ് ഒരുപാട് ഇഷ്ടമാ. ഇതെന്തൊക്കെയായി സംഭവിക്കുന്നേ? നമ്മളെ ഒന്നിനും കൊള്ളാത്തവന്മാരാക്കിയല്ലോ. പണ്ട് ആൾക്കാരെ വെടിവെച്ചു കൊണ്ടിരുന്ന നമ്മളിപ്പോ പിള്ളേരെ സർബത്ത് കുടിപ്പിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കരിയറൊക്കെ തീർന്നു ബോസേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വെടിവെക്കില്ല. ഞാൻ എന്റെ തോക്ക് ഉപേക്ഷിക്കുകയാണ്. ബോസേ, ആ തോക്ക് പൊട്ടി. തോക്കെടുക്ക് ബോസേ. ഓക്കെ, ആകാശത്തേക്ക് വെടിവെച്ച് നോക്കാം. വീർ, ജിൻഡു ഇതെവിടെ പോയി? അവനെ കാണുന്നില്ലല്ലോ. അവൻ ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. ജിൻഡു, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വെടിവെക്കാം. എയിം, ഫയർ. മാഗ്നെറ്റിക് വാൾ ഓൺ. മാഗ്നെറ്റിക് വാൾ ഓൺ. മാഗ്നെറ്റ്സ് ഓൺ. മാഗ്നെറ്റ്സ് ഓൺ. ലല്ലൻ സർ, ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളെപ്പോലൊരു മഹാനായ മാന്ത്രികൻ എന്നെ സാറെന്ന് വിളിക്കുന്നു. അയ്യോ, എനിക്ക് നിങ്ങളുടെ കാല് തൊടാനുള്ള യോഗ്യത പോലുമില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഇന്നത്തോടെ ഞങ്ങൾ തെറ്റായ ജോലികളെല്ലാം ഉപേക്ഷിച്ചേക്കാം. സത്യസന്ധതയോടെ ജീവിച്ചോളാം സാറേ. അധ്വാനിച്ച് ജോലി ചെയ്തോളാം. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? സത്യമായിട്ടും ഇനി തെറ്റായ ജോലികളൊന്നും ചെയ്യില്ല. ഇത് ഈ ലല്ലന്റെ വാക്കാണ്. ഇനി എനിക്ക് തോക്കിന്റെ ആവശ്യമില്ല. ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാനെന്താ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നേ? വീർ, സോറി, ഞാൻ എല്ലാം മറന്നുപോയതാ. എന്താ ചെയ്യേണ്ടെന്ന് പറ. ഒന്നും ചെയ്യണ്ട, ഇപ്പൊ വീട്ടിൽ പോവാം. അതെ ലല്ലൻ ചേട്ടാ, ഇവർക്ക് ഇത്രയും നേരം കൊടുത്ത സർവത്തിനെല്ലാം കൂടി എത്ര രൂപയായി? കാശൊന്നും എനിക്ക് വേണ്ട അപ്പൂപ്പ. ഞാനിപ്പോ അധ്വാനിച്ച് നല്ലോണം കാശുണ്ടാക്കുന്നുണ്ട്. ആ കാശ് കൊണ്ടാ കുട്ടികൾക്ക് സർബത്ത് കൊടുക്കുന്നത്, മിഠായി കൊടുക്കുന്നത്. അത് കാരണം എനിക്ക് വളരെ സന്തോഷവും കിട്ടുന്നുണ്ട്. വരൂ വീർ, വന്നു പഴങ്ങൾ കഴിക്കൂ. ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൂപ്പൻ ക്യാരറ്റ് വാങ്ങിയില്ലേ? അയ്യോ സോറി ചുൾബുൾ, ഞാൻ ക്യാരറ്റ് കൊണ്ടുവരാൻ മറന്നുപോയി. വൈകിട്ട് നിനക്ക് ഞാൻ വാങ്ങിത്തരാം. വൈകുന്നേരം പറ്റൂലേ അപ്പൂപ്പ? നമ്മളൊക്കെ ഇപ്പൊ ഗോവയ്ക്ക് പോവല്ലേ? ബസ് ഇതേ ഇപ്പൊ എത്തും. അതെ അപ്പൂപ്പ, നല്ല രസമായിരിക്കും. നമ്മുടെ എല്ലാ ഫാമിലീസും ഒരുമിച്ചിട്ട് ഗോവയ്ക്ക് പോവില്ലേ? അതിന് തരൂ അപ്പൂപ്പ. പഴങ്ങൾ ഞാൻ കഴിക്കട്ടെ. ജിൻഡു, വഴിയിൽ ഇങ്ങനെ പഴത്തൊലിയൊന്നും കൊണ്ടുപോയി പാടില്ല. ആരെങ്കിലും തന്നെ വീണാലോ? വേഗം പോയി അതെല്ലാം എടുത്തോണ്ട് വാ. ഒന്നവിടെ നിൽക്കൂന്നേ. വണ്ടിയുടെ അച്ഛാ, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. ഇന്ന് എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഗോവയ്ക്ക് പോകുമ്പോ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാംന്നേ. എന്തായി സംഭവിക്കുന്നത്? ഇത്രയ്ക്ക് തിരക്കായിരുന്നെങ്കിൽ കാർ എടുത്തു പോയിക്കൂടായിരുന്നു.
ഭാഗ്യം വണ്ടി അതെ നിർത്തി. ചേട്ടാ, ചേട്ടൻ എങ്ങോട്ടാ പോകണ്ടേ? ഒരു 4 കിലോമീറ്റർ അപ്പുറം തന്നെ ഇറക്കി വിട്ടാ മതിയെന്നേ. കേറിക്കോളൂ. വളരെ നന്ദി. ചുൽബുൾ, നീ എന്തിനാ ഈ മണം പിടിക്കുന്നേ? അയാളുടെ ആ കെട്ടിൽ നിന്ന് പാമ്പിന്റെ മണം വരുന്നു. അങ്കിളുടെ കൂടയ്ക്കകത്ത് പാമ്പുണ്ടോ? അയ്യോ വേണ്ട, അത് എടുക്കരുത്, തിരികെ തരൂ. ഇതിനകത്ത് എന്താ? ആ? ഇതിന് പാമ്പാണ്. അയ്യോ, അതിനകത്ത് പാമ്പാ! ബണ്ടി, അതിനകത്ത് പാമ്പുണ്ട്. ഈ പാമ്പിന്റെ കൂടെയൊക്കെ എന്റെ കയ്യിൽ എന്തിനാ തന്നത്? അയ്യോ നിർത്ത്, അതങ്ങ് തിരികെ തരൂ, തിരികെ തരാൻ.